ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളിയുടെ സർവ്വമായ തിയേറ്ററിലെത്തിയിട്ട് നാലാമത്തെ ശനിയാഴ്ച കൂടിയ 24 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 23 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 70,97 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10,55 ലക്ഷം രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 23 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി 81,50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി 24-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിലും വിദേശത്തുമെല്ലാം കളക്ഷൻ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 1,25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 24 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 71,20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 141 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ റൺ ബേബി റൺ എന്ന സിനിമ ഇന്നലെ ജനുവരി 16 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 2012 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അമല പോൾ, ബിജു മേനോൻ, ഷമ്മി തിലകൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,40,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2012 ഫൈനൽ കളക്ഷനായി ഈ സിനിമ 29 കോടി രൂപയാണ് നേടിയെടുത്തിരുന്നത്. നിഖില വിമൽ നായികയായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത് ജനുവരി 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പെണ്ണ് കേസ്. ഈ സിനിമ ഇന്നലെ വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 1,50 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 8-ാം ദിവസവും രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 13 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1,63 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2,07 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അല്ലു അർജുൻ നായകനായി സുകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് 2024 ഡിസംബർ 5 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ഇന്നലെ ജനുവരി 16 വെള്ളിയാഴ്ച ഈ സിനിമയുടെ ജാപ്പനീസ് ഡബ്ബിംഗ് പതിപ്പ് ജപ്പാനിൽ റിലീസ് ചെയ്തിരുന്നു. 250ഓളം തിയേറ്ററുകളാണ് ആദ്യ ദിവസം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ജപ്പാൻ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയുടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 728 ഷോകളിലായി 3,612 പേരാണ് കണ്ടിട്ടുള്ളത്. ഇതിലൂടെ 7.04 മില്യൺ yen, അതായത് $44,544 ഇന്ത്യൻ കറൻസിയിൽ 40,40,000 രൂപയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന് വ്യാഴാഴ്ച രാത്രി പ്രീമിയർ ഷോ ജപ്പാനിലുണ്ടായിരുന്നു. പ്രീമിയർ ഷോ ഉൾപ്പെടെ 55 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. പൊങ്കൽ സംക്രാന്തി റിലീസായി ജനുവരി 15 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് തലൈവർ തമ്പി തലൈമയിൽ അഥവാ TTT. നിതീഷ് സഹദേവ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജീവ, പ്രാർത്ഥനാനാഥൻ, തമ്പി രാമയ്യ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 5,18 ലക്ഷം രൂപയും കർണാടകയിൽ 46 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 19,60,000 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 6 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 5,90 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 2 ദിവസം കൊണ്ട് $28,100 കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 25,37,000 രൂപ. ടോട്ടൽ 6,15 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 3-ാം ദിവസം എന്ന ശനിയാഴ്ചയോടെ ലോകമെമ്പാടുമായി 11 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊങ്കൽ സംക്രാന്തി റിലീസായി ജനുവരി 14 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വാ വാത്തിയാർ. നടൻ കുമാരസ്വാമി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാർത്തി, കൃതി ഷെട്ടി, രാജ്കിരൺ, സത്യരാജ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ബുധൻ, വ്യാഴം, വെള്ളി എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 40 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 6,56 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. കർണാടക കളക്ഷനായി 1,12 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 14 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 8,28 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $65,300 കളക്ട് ചെയ്തത്, അതായത് 59,20,000 രൂപ. ടോട്ടൽ 8,87 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്കര തിരക്കഥ സംവിധാനം ചെയ്ത് പൊങ്കൽ സംക്രാന്തി റിലീസായി ജനുവരി 10 ശനിയാഴ്ച തിയേറ്ററിലെത്തിയ പരാശക്തി എന്ന തമിഴ് സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 1,35 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 43,10 ലക്ഷം രൂപയും കർണാടകയിൽ 3,80 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ആന്ധ്ര തെലങ്കാന കളക്ഷൻ 30 ലക്ഷം രൂപയാണ്. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 79 ലക്ഷം ഉൾപ്പെടെ 48,85 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 21,15 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 70,25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8-ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5,6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. 8 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി 75,76 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് രാജാസാബ്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 58 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാനയിൽ 114,65 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടക കളക്ഷനായി 14,33 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 2,88 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ 27,49 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമയുടെ 8 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 159,75 ലക്ഷം രൂപയാണ്. വിദേശ കളക്ഷനായി ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 33,25 ലക്ഷം രൂപയാണ്. 193 കോടി രൂപയാണ് 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. 9-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,5-4 കോടി റേഞ്ചിൽ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ 200 കോടിയിലേക്ക് എത്തിച്ചേരില്ല എന്ന് തന്നെയാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്.
ചിരഞ്ജീവി നായകനെ അനിൽ രവിപൂടി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 12 സംക്രാന്തി റിലീസായി തിരഞ്ഞെടുത്തിയ മന ശങ്കരവര പ്രസാദ് ഗാരു എന്ന തെലുങ്ക് സിനിമ വമ്പൻ ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ 25,000 മുതൽ 30,000 ടിക്കറ്റുകൾ വരെ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ 5 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നപ്പോൾ 226 കോടി രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 8 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 13 കോടി 33 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാന കളക്ഷൻ 126 കോടി 50 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 1 കോടി 89 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 2 കോടി 60 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 144 കോടി 40 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 33 കോടി 60 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 178 കോടി രൂപയാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. 6-ാം ദിവസമായിരുന്ന ശനിയാഴ്ചയോടെ മാത്രമേ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിക്ക് മുകളിൽ എത്തിച്ചേരൂ എന്ന് തന്നെയാണ് വിവിധ ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 5 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. സിനിമ ഇന്നലെ വരെയുള്ള 43 ദിവസം കൊണ്ട് 8 കോടി 8 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 43 ദിവസം കൊണ്ട് 981 കോടി 85 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 293 കോടി 40 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 1275 കോടി 25 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.